ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ 46 വർഷത്തെ ഇടവിട്ടുള്ള ഇലക്ഷനെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ആളും ബഹളവും, ഒരുപാട് പേര് വരികയും പോവുകയും ഫോൺ വിടുകയും. ഞാൻ കൂട്ടത്തിൽ പലയിടത്തും പോയിട്ടുണ്ട്, എങ്കിലും ഒരു സ്റ്റേജിലും ഞാൻ പോയിട്ടില്ല. ഉമ്മൻചാണ്ടി ഒരു തെരഞ്ഞെടുപ്പിന് ഒരു വീട് പോലും ഞാൻ കയറിയിട്ടില്ല. ഇപ്പോഴിങ്ങനെ വന്ന് ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ആളാണ്. എനിക്ക് സംശയമുണ്ട്, ഉമ്മൻചാണ്ടി ഒരു കോൺഗ്രസ് MLA അല്ലായിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കുമായിരുന്നു പോലും. അപ്പോൾ ഞങ്ങളുടെ അമ്മയുടെ അപ്പൻ്റെ കുടുംബം ഉറച്ച കോൺഗ്രസ് കുടുംബമാണ്. കോൺഗ്രസ്സിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി വിജയിക്കണമെന്നും അതിയായ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എൻ്റെ ഫീൽഡ് പ്രാർത്ഥനയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അത് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ കുടുംബമായിട്ട് ഇറങ്ങുന്നത് എന്തെന്ന് വെച്ചാൽ, എൻ്റെ പിള്ളേരെക്കുറിച്ചൊക്കെ പാട്ട് വിട്ട് പോകുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരുപാട് സ്ഥലത്തൊന്നും പോകാനൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ദൈവിക പ്രകാരം ആരോഗ്യം തരുന്ന അനുസരിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു. അത് എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. കുടുംബം ഒരു പ്രചരണത്തിനല്ലാതെ കുടുംബത്തിൽ നിന്ന് ഒരാളാണെന്നാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു രാഷ്ട്രീയത്തിൽ വന്നത്. നമ്മൾ പ്രചാരണത്തിനെ ഇറങ്ങുന്നുള്ളൂ, അത് ഈ ഒരു സാഹചര്യത്തിലാണ്. ഉമ്മൻചാണ്ടി എനിക്ക് തോന്നുന്നു അച്ചുമോള് വിവാഹപ്രായമായപ്പോൾ തൊട്ട് ഒരു ഡിസ്കഷൻ വീട്ടിൽ നടന്നു. അപ്പം ഉമ്മൻചാണ്ടി ശക്തമായ ഉമ്മൻചാണ്ടി പറയുന്നതാണ് വീട്ടിലെ തീരുമാനം. അദ്ദേഹം പറഞ്ഞത് വീട്ടിൽ നിന്ന് ചാണ്ടി മതി, അച്ചുവിനെ ഒരു നല്ല വിവാഹം ആലോചിച്ച് കൊണ്ടുപോകണമെങ്കിൽ അന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നിടത്തോളം അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് അങ്ങനെ ഒരു കൂട്ടായ തീരുമാനം എടുത്തു. അത് തന്നെയല്ല ചാണ്ടി മോനെ എൻ്റെ വിചാരം 2002 അങ്ങോട്ട് തൊട്ട് രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷെ അവനൊരു സ്ഥാനവും അർഹിക്കുന്നത് പോലും കൊടുക്കുന്ന താല്പര്യം ഉമ്മൻചാണ്ടി കാണിച്ചിട്ടില്ല ഒരിക്കൽ പോലും. അപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഉമ്മൻചാണ്ടി ഉള്ളപ്പം ആരും വേണ്ട. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഉമ്മൻചാണ്ടി പിൻഗാമിയായിട്ട് ചാണ്ടിമോൻ വരട്ടെ എന്ന് ഉമ്മൻചാണ്ടി എന്നും ആഗ്രഹിച്ചിരുന്നു. ചിലപ്പോൾ എനിക്കെൻ്റെ സൂചന തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നമ്മൾ കുടുംബമായി ഒന്നിച്ചിറങ്ങുന്നു, മറിച്ച് രാഷ്ട്രീയത്തിൽ സജീവമായി എന്നും ചാണ്ടിയുമ്പൻ തന്നെയാണ്. അത്രയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തീരുമാനം. രാഷ്ട്രീയത്തിൽ അന്നാണ് ഇത്രയും നാളത്തെ അനുഭവം നിങ്ങൾക്കറിയാമല്ലോ. ഉമ്മൻചാണ്ടി ഒരിക്കൽ പോലും ചാണ്ടിമോനെ അവൻ്റെ ഡിസേർവിങ് കിടക്കുന്ന പോസ്റ്റ് പോലും കൊടുക്കാനായിട്ട് ഒരു താല്പര്യം ഒരിക്കലും കാണിച്ചിട്ടില്ല. വരുന്നെന്ന് പറഞ്ഞു, പ്രചരണത്തിന് വരുന്നെന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് അറിയാമല്ലോ മക്കളെ. ഒന്നുമില്ല. ഇന്നലെ എനിക്കൊക്കെ പെട്ടെന്നൊരു ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ അറിയുന്നത് ഇങ്ങനെ എനിക്ക് ഫേസ്ബുക്കോ മൊബൈലോ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം എനിക്ക് റേഡിയേഷൻ്റെ പ്രോബ്ലം ഉണ്ട്. എനിക്ക് ഫേസ്ബുക്കോ അതൊന്നുമില്ല, മൊബൈലില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇന്നലെ ഞാൻ കേൾക്കുന്നത്, അച്ചുവിനെ കുറിച്ചും ചാണ്ടിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ BJP പോകുന്നെന്ന് ഒരു സംസാരമുണ്ടെന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്. അപ്പോൾ കുടുംബമായിട്ട് ചാണ്ടിയുമ്പൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എൻ്റെ 3 മക്കളും തുണ്ട കണ്ടിച്ചിട്ടാൽ അവർ BJP പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതെനിക്കറിയത്തില്ല. ഞാൻ AK ആൻ്റണിയുടെ മോൻ എനിക്ക് ചാണ്ടിയുമ്മനെ പോലെ തന്നെ അവരുടെ കല്യാണം വിളിച്ചു നടന്നു.
ഗർഭിണിയായ പെരിസത്ത് ഇവിടെ ഉണ്ടായിരുന്നു, പ്രസവത്തിനൊക്കെ ഉള്ളായിരുന്നു. അനിലിൻ്റെ കൊച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ആന്റണിയെ അതിന് മുമ്പേ 77 എടുക്ക് എന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞു. അന്ന് തൊട്ട് ആൻ്റണിയായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. 79 തൊട്ട് എലിസബത്ത് ആൻ്റണിയായിട്ട് നല്ല അടുപ്പമുണ്ട്. എനിക്ക് എപ്പോഴും പറയാം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോഴും എലിസബത്ത് ആൻ്റണി തന്നെയാണ്. എൻ്റെ കൂട്ടത്തിൽ ഒത്തിരി എന്നോടൊപ്പം കരഞ്ഞ എല്ലാവരും കരഞ്ഞു. നിങ്ങളൊക്കെ കരഞ്ഞില്ല, എല്ലാവർക്കും വിഷമമായിരുന്നു അറിയാം. പക്ഷേ ചിരിക്കുമ്പോൾ 1000 പേരാണ് കരയുമ്പോൾ. പക്ഷേ എൻ്റെ സ്ഥിതി ഇത് അങ്ങനെ ആയിരുന്നില്ല. എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ കരഞ്ഞു. പിന്നെ കണക്ക് പറഞ്ഞാൽ ഞാൻ എത്രാമത്തെ ഭാര്യയാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 4ാമത്തെ ഭാര്യയാണ്. 1-ാം ഭാര്യ പുതുപ്പള്ളി, 2-ാം ഭാര്യ എല്ലാ മലയാളികളും ലോകത്തിൻ്റെ എല്ലായിടത്തുമുള്ള, 3-ാം ഭാര്യ കോൺഗ്രസ്, 4-ാം ഭാര്യ എന്നെ സീനിയറായിട്ടുള്ളൊരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ആഗ്രഹമാണ് ഇന്ത്യ മുന്നിൽ. പിന്നെ നെഹ്റു കുടുംബത്തെ ഞാൻ ഒത്തിരി സ്നേഹിച്ചു. ഞാൻ രാജീവ് ഗാന്ധി മരിച്ചപ്പോഴും ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴും ഒരുപാട് കരഞ്ഞു. അതിനെക്കാട്ടും ഏറെ വല്യവായിൽ ഉമ്മൻചാണ്ടി കരച്ചു വല്യവായിൽ ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ വല്യവായിൽ കരഞ്ഞു. അത് ചാണ്ടിയമ്മന് ഒരു ബന്ധം, ആ ഈസ്റ്റർ എങ്ങാണ്ട് മോനുമായിട്ടൊരു ബന്ധം, മോന് കൊച്ചു LKG UKG എങ്ങാണ്ട് പഠിക്കുമ്പോഴാണ് ഒരു ക്രിസ്മസ് കാർഡ് അയച്ചു. പക്ഷേ ഉടനെ തന്നെ റിപ്ലൈ വന്നു. പിന്നെ രാജീവ് ഗാന്ധി തന്നെ ഇങ്ങോട്ടൊരു ഈസ്റ്റർ കാർഡ് അയച്ചു. അപ്പോഴത്തേക്ക് ചാണ്ടിമനങ്ങ് ഭയങ്കര, ഇപ്പോഴാരെങ്കിലും ഇവിടെ അപ്പുറത്തുള്ള അയൽവക്കത്തുകാർക്ക് ഇതിനെ പ്രൊവോക്ക് ചെയ്യാൻ പറയും. ഞങ്ങൾ എങ്ങനെ മറ്റേ കുറച്ച് മോശമായിട്ട് പറഞ്ഞാൽ അപ്പം അവരെ കൈക്കിട്ട് തടിക്കാൻ നോക്കും. അത്ര ഒരു ബന്ധമുണ്ട് ആ കുടുംബമായിട്ട്. എനിക്ക് ഒത്തിരി ബന്ധമുണ്ട്. പിന്നെ അവരല്ലേ ഭാരതത്തിൻ്റെ ശില്പി. നമ്മൾ വീട് പെയിൻറ്റ് ചെയ്യാനും ഒക്കെ ബേസ്മെൻ്റ് ഇട്ട് വീട് കെട്ടി ഭിത്തി കെട്ടി, അതെല്ലാം എനിക്ക് 4ാം ക്ലാസ്സിൽ പഠിച്ച 5ാം ക്ലാസ് അങ്ങനെ പഠിച്ച ഓർമ്മയുള്ളൂ ഈ പഞ്ചവത്സര പദ്ധതി അതും ഇതുമൊക്കെ. അതെല്ലാം കഴിഞ്ഞ് എൻ്റെ അച്ഛൻ അതും ഇതുവരെ ഉണ്ടായ ശേഷമല്ലേ അതിൻ്റെ പുറത്തല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് അതുകൊണ്ട് ആ ഒരു എപ്പോഴും നമ്മുടെ പിന്നെ ഉമ്മൻചാണ്ടി ഒരു കാര്യം കൂടെ പറയുമായിരുന്നു. ഉമ്മൻചാണ്ടി എനിക്ക് എപ്പോഴും കിട്ടത് നിങ്ങൾക്കറിയാം 24/7. അപ്പോൾ കല്യാണം കഴിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ നാച്ചുറലി ഒരു ഭാര്യ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇതൊന്നും ഇങ്ങനെ പറയും ഭാവി. അപ്പം ഈ സ്വാതന്ത്ര്യ സേനാനികളെ ഓർത്ത് വെക്കും. ഞാൻ ഈ കാലഘട്ടത്തിൽ ഞാൻ എന്തിനാ, അവരെന്തുമാത്രം കഷ്ടപ്പെട്ടു, അവരെന്തുമാത്രം അവരുടെ ഭർത്താക്കന്മാരെ കണ്ടിട്ടുമില്ല, അവർ ജയിലിൽ കിടന്നു, അവർ പട്ടി കിടന്നു. അപ്പം ഞാൻ അപ്പം പിന്നെ പുള്ളി അങ്ങോട്ട് അധികം പറയാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ എനിക്കിത് സ്വാതന്ത്ര്യ സമര സേനാനികളെ ബഹുമാനമാണ്, ഭയങ്കര റെസ്പെക്റ്റാണ്. ഞാനൊരു രാഷ്ട്രീയത്തിൽ ഇറങ്ങാനൊന്നും ഉദ്ദേശിച്ചില്ല മക്കളെ. എൻ്റെ ഫീൽഡ് ആൽപ്പിയാണ്. 74 വയസ്സായി. ഇനി അങ്ങോട്ട് പോകാൻ 70 വയസ്സാണ് മോശയുടെ വയസ്സ്. ഒരു പുരുഷായുസ് എന്ന് പറയുന്നത് 7 വയസ്സാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന ഹൈന്ദവ വിധി പ്രകാരം എൻ്റെ 120 വയസ്സാന്ന് തോന്നുന്നു, അല്ലേ 120. എന്നാൽ എനിക്കറിയത്തില്ല ഹൈന്ദവക്കാർക്ക് ഞാൻ പറഞ്ഞത് ശരിയാവും. യഹോവയെ ദൈവം പറഞ്ഞിരിക്കുന്ന 120 വയസ്സാണ്. അപ്പോൾ അത്ര ആരാ ആഗ്രഹിക്കുന്നത്? എങ്ങനെയും ഇവിടുന്ന് വലിയ കഷ്ടതയില്ലാതെ കടന്നു പോകണം.